ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിലേക്ക് ജുനൈദ് മനസ്സിലായില്ല. സീറ്റ് ജുനൈദ് അൺമാസ്കിംഗ് അനോമലീസിലുള്ള ജുനൈദ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ലിയാഖത്ത് അലി, നീ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നിന്റെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. പൊട്ടം കളിക്കണ്ട ലിയാഖത്ത്, പൊട്ടം കളിക്കുക. എടാ ഊളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കട്ടെ ലിയാഖത്ത്. നീ വെറും തന്തയിലമേ കാണിക്കാൻ നിൽക്കരുത്. നീ സംഖ്യകളെ പിരിവ് വേണമെന്നുണ്ടെങ്കിൽ നീ തെണ്ടാൻ പോ, അല്ലെ പണിക്ക് പോ. അത് നടക്കില്ല. എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. എടാ എന്റെ ഫോട്ടോ വെച്ചാല് ജുനൈദിന്റെ ഫോട്ടോ വെക്കേണ്ട സമയത്ത് ഫോട്ടോ വെക്കുകയും പേര് പറയുകയും ചെയ്യും. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഇന്നലത്തെ ലൈവില് ഞാൻ ജുനൈദിന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. പേരും പറഞ്ഞിട്ടുണ്ട്, ജുനൈദ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെന്ത് ജുനൈദാണോ? ഞാനാണ് വിളിച്ചത്. അത് തൂക്കിയല്ലോ നാദാ. എന്റെ വാപ്പാൻ നീ ഫോൺ വിളിച്ചിട്ട് നീ ചോദിച്ചിട്ടുണ്ട് ജുനൈദ് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ടോ, ജുനൈദ് വിളിച്ച കാര്യം നീ കൺഫേം ചെയ്യാനായിട്ട്. നന്നായിട്ടുണ്ട്. എന്നിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എടാ ഉളുപ്പില്ലാത്തവനെ, എടാ നീ തെണ്ടിക്കോ. ഞാൻ തെണ്ടിക്കോ. നീ നിനക്ക് പറ്റിയ പണിയതാ. എടാ മണ്ട, നിന്റെ ഫോട്ടോ അങ്ങനെ ഉറക്കനെ പറയില്ലടാ, അതിന് ഫീലാവും. ഫോട്ടോ ഒക്കെ സംബന്ധിച്ച് നിന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അതേ സ്വഭാവമുള്ള അന്റെ അതേ തൊള്ള വർത്താനുള്ള അന്റെ അതേ ഈ പറയുന്ന ഇതേ സംസ്കാരമുള്ള ഒരുത്തം വിളിച്ചു. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അവന്റെ ഫോട്ടോ നമ്മള് ഒരാളുകളുടെ ഏകദേശ രൂപവും കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോ അന്റെ മുഖച്ചായ തോന്നിയിരുന്നെങ്കിൽ അതിന് പിന്നെ ഉത്തരവാദിത്തല്ല. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? കുറെ സംഖ്യകളും മരമണ്ടന്മാര് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ നിന്റെ ഫോട്ടോക്കാരുണ്ട്. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? കുഴപ്പമില്ല. അപ്പൊ കേട്ടാ മതി. ഞാൻ ജോലിയിലാണ്. നീ വല്ല പണിക്ക് പോയി ജീവിക്കട്ടോ, തണ്ടാതെ കേട്ടോ. ഞാൻ പോവൂല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാണരുത്. കണ്ട അടി താൻ മേടിക്കും.